Say different produce, different produce, say different produce, different produce, different produce. യേശുവിന്റെ സ്നേഹം എല്ലാവരോടും പങ്കുവെക്കുകയും ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി വിശ്വസ്തയോടെ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ജീവിതശില്പിയാം യേശുനാഥ, ജീവിതം ബലിയായി നൽകിടാം. തകർന്ന ഈ മൺപാത്രം ഉടച്ചു നീ വാർക്കണം, കരങ്ങളിൽ പൂർണ്ണമായി നൽകുന്നു ഞാൻ. തകർന്ന ഈ മൺപാത്രം ഉടച്ചു നീ വാർക്കണം, കരങ്ങളിൽ പൂർണ്ണമായി നൽകുന്നു ഞാൻ. സ്വീകരിക്കെന്നെ നിൻ മകനായി, സ്വീകരിക്കെന്നെ നിൻ മകനായി, സ്വീകരിക്കെന്നെ നിൻ മകനായി, സ്വീകരിക്കെന്നെ നിൻ മകനായി. പണിയേണമെന്നെ, കഴുകേണമെന്നെ, പുതുതാക്കുകെന്നെ നിൻ കൃപയാൽ. உலகமே அழுவும், இசப்பா கூட இருந்தால் உலகமே அழுவும். அண்டே இசுரம்மா பண்டு மூணு மூணு ஆறு இசுரம்மா ஸ்டாரு. സാറുമാർക്ക് നന്ദി പറയുന്നു. എന്തുകൊണ്ടും ഈ VBS ഒരിക്കലും മറക്കാനാവാത്തൊരു നല്ല പാട്ടായിരുന്നു. VBS റാലി സൂപ്പറാണ്, അടിപൊളിയാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിച്ച് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് റാലി. VBS അടിപൊളിയായിരുന്നു. ഡയറക്ടേഴ്സ് എല്ലാം നല്ല, പാട്ടുകളെല്ലാം സൂപ്പറായിരുന്നു. ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു. നമ്മൾ കളിപ്പിക്കാൻ പഠിപ്പിക്കാൻ വന്ന സാറുമാർക്ക് ടീച്ചർ താങ്ക്സ് എല്ലാവരും. വിശ്വസ്തനായൊരു വല്യപ്പച്ചൻ എല്ലാം കേട്ട് രസിച്ചിരുന്നു. അതിന് ടീമുകളുടെ ലീഡറും ആകാൻ സാധിച്ചു. ഡയറക്ടേഴ്സ് എല്ലാം നല്ല ആക്റ്റീവ് ആയിരുന്നു, ഫ്രണ്ട്ലി ആയിരുന്നതുകൊണ്ട് പിള്ളേരെല്ലാവരും ആദ്യമായിരുന്നു ഞാൻ കാണുന്നത് VBSൽ ഇത്രയും ആക്റ്റീവോടെ. നിങ്ങൾക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും പെട്ടെന്ന് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു.
നല്ല സൂപ്പർ ആയിട്ടുള്ള ആക്ഷൻ സോങ്സ്, പാട്ട്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ്. അഭിഷേകത്തോട് അധികാരത്തോ ഒരു തലമുറയിൽ നിൽക്കട്ടെ. ഇഷ്ടപ്പെട്ടു. ടീച്ചർ നമ്മളെ ഫ്രണ്ട്ലി ആയിട്ടാണ് പഠിപ്പിച്ചത്. യേശുവിനെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഡാൻസ്, പാട്ട്, മാജിക് എല്ലാം എനിക്ക് ഇഷ്ടം. എന്നൊരു മല്ലിപ്പച്ചൻ, വിശ്വസ്തനായൊരു മല്ലിപ്പച്ചൻ. കൂടെ ഇരുന്ന ഉലകമേ കൂടെ ഇരുന്ന ഉലകമേ ഇപ്പോൾ ഒരുപക്ഷെ മനസ്സിലായി കാണും ഞാൻ എന്താണ് പറയാൻ പോകുന്നത്. കേട്ടുപഴകിയതും നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുമായ ലഹരി ഒരുപക്ഷെ കഞ്ചാവെന്ന് മയക്കുമരുന്നുമെന്ന് പറയുന്നതിനേക്കാളും അവയ്ക്കുള്ള സ്റ്റാൻഡേർഡ് പേരുകൾ പറയുന്നതായിരിക്കും പലർക്കും പറ്റുക. ഒരു വശത്ത് ലഹരിക്കെതിരെ 100 പേർ പോരാടുമ്പോൾ മറുവശത്ത് 10,000 പേർ MDMA പോലുള്ളവയെ സംരക്ഷിക്കുകയും അതിലൂടെ പണം നേടുകയും ചെയ്യുന്നു. കൂടെ പഠിക്കുന്നതിനെ കൊല്ലുമ്പോഴോ സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൊല്ലുമ്പോഴോ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് നാം എല്ലാവരും രോക്ഷം കൊള്ളും, പ്രസംഗം നടത്തും, വാചാലരാകും. അത് കഴിഞ്ഞോ ഈ വാക്കുകൾ കൊണ്ടുള്ള രോക്ഷം അവസാനിക്കും. അത് കഴിഞ്ഞാൽ നാം പ്രതികരിക്കുന്നത് ലഹരി കാരണം തകരുന്ന അടുത്ത കാഴ്ച കാണുമ്പോഴാണ്. പ്രതികരിക്കുന്നു എങ്കിൽ അത് ലഹരിയെ പൂർണ്ണമായി നീക്കം ചെയ്യാമെന്ന വിശ്വാസത്തോടെയായിരിക്കണം. അല്ലാതെ സ്ത്രീധനത്താൽ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരാഴ്ച വലിയ പ്രസംഗിക്കുന്നത് പോലെ ആകരുത് ലഹരി എന്ന വിപത്തിനെ അല്ലെങ്കിൽ മഹാവ്യാധിയെ മാറ്റുന്നത്. നമുക്ക് സ്വയം തീരുമാനമെടുക്കാം. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഈ ലഹരി നമ്മെ കാർന്നു തിന്നുന്നത് നമ്മെ നാം ആക്കി മാറ്റിയ പലരെയും തകർത്തുകൊണ്ടാണ്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. പ്രിയമുള്ളവരെ, ആ സ്നേഹമാണ് ലഹരിയുടെ ഉപയോഗത്താൽ ഈ ലോകത്ത് നിന്ന് നീങ്ങിപ്പോയത്. അമ്മയും അച്ഛനെയും സ്വന്തം കൂട്ടുകാരെ തിരിച്ചറിയാൻ പറ്റാതാക്കുന്നു. അവയെ സ്നേഹിക്കാൻ കഴിയാത്തതിനാൽ നമ്മുടെ ഹൃദയത്തെ കല്ലാക്കി മാറ്റിയ ആ സുഹൃത്തിനെ നമുക്ക് വേണ്ട സുഹൃത്തുക്കളെ, ഇത് വെറും വാക്കാകാതെ നമ്മുടെ ഉറച്ച തീരുമാനമാകട്ടെ. ആ ശത്രുവിനെ നമ്മുടെ ഇടയിൽ നിന്ന് നീക്കുന്നത് വരെ നമുക്ക് പോരാടാം. ഇനിയുള്ള നല്ല നാളേക്ക്. സമയമിതേ സമയമിതേ ഉണർന്നെഴുന്നേൽക്കുവാ. സമയമിതേ സമയമിതേ ഉണർന്നെഴുന്നേൽക്കുവാ. ആത്മശക്തിയാൽ നിറഞ്ഞിടുക, കരുത്തരായി ഉണർന്നിടുക. ആത്മശക്തിയാൽ നിറഞ്ഞിടുക, കരുത്തരായി ഉണർന്നിടുക. നാം എഴുന്നേൽക്കാം, ഒന്നായിടാം ഈ ലോകെ സ്വർഗം പണിതിടുവാൻ. നാം എഴുന്നേൽക്കാം, ഒന്നായിടാം ഈ ലോകെ സ്വർഗം പണിതിടുവാൻ. സമയമിതേ സമയമിതേ ഉണർന്നെഴുന്നേൽക്കുവാ. സമയമിതേ സമയമിതേ ഉണർന്നെഴുന്നേൽക്കുവാ.
നല്ല ഡയറക്ടർമാരായിരുന്നു. സൂപ്പറായിരുന്നു. പുതിയൊരു എക്സ്പീരിയൻസ് കിട്ടി. എങ്ങനെയുണ്ടായിരുന്നു? ഒത്തിരി കുട്ടികളെ ദൈവത്തെ പറ്റി പഠിപ്പിക്കാൻ പറ്റി. പഠിപ്പിച്ചാ? ആക്ഷൻ ടീച്ചേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ സൂപ്പർ. അടുത്ത വർഷം വേണോ? വേണം. ഓക്കെ, താങ്ക് യു. ഇഷ്ടമായി. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ പാട്ടാണ് നമ്മളിപ്പോഴത്തെ തീം സോങ് യേശുവിൻ മക്കൾ ഞങ്ങൾ. നോഹ എന്നൊരു വലിയ പേജ് ഇഷ്ടമായി. നമുക്ക് ഇത്രയും നല്ല അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തന്ന ഡയറക്ടർ സാറിനോട് നന്ദി പറയുന്നു. ദൈവത്തിനോടും നന്ദി പറയുന്നു. നിങ്ങളെപ്പോലത്തെ ഡയറക്ടേഴ്സിനെ നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി അയച്ച അച്ഛന്മാർക്കെന്ന് പറയുന്നു. ഇനിയും ഇതുപോലത്തെ VVS ഒരിക്കലും മറക്കാനാവാത്ത ഇനിയൊക്കെ VVS നമുക്ക് ഇനിയും വരണമെന്ന് ആഗ്രഹിക്കുന്നു. ആക്ഷൻ സോങ്ങൾ പാട്ടുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടീച്ചേഴ്സോ? അടുത്ത വർഷം വേണോ ഇതുപോലെ? ഉറപ്പാണോ?